പരിശുദ്ധ ഖുർആനില് പ്രത്യേകമായിട്ട് മനസ്സിലായി ഈ യാത്രക്ക്, ഈ അത്ഭുത യാത്രക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. യാത്രയുടെ ഒന്നാം ഭാഗം മക്കത്തുൽ മുക്കറം, അതായത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും അങ്ങ് വിദൂരത്തുള്ള മസ്ജിദുൽ അഖ്സ, ജെറൂസലേമിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര. അതാണ് യാത്രയുടെ ഒന്നാം ഭാഗം. അതറിയപ്പെടുന്നത് അൽ ഇസ്ര എന്ന പേരിലാണ്. ഇസ്ര എന്നുള്ള പദത്തിനർത്ഥം നിശാപ്രയാണ്, അല്ലെങ്കിൽ രാത്രി യാത്ര എന്നുള്ള. ആ പദത്തിന്റെ വിശദ വിവരണത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ കടന്നു വരും. ആ യാത്രയുടെ ഒന്നാമത്തെ ഭാഗത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്ന, നേരത്തെ പറഞ്ഞു, പ്രത്യേകം ഓർത്തു വെക്കുക, പരിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്തിലാണ്. ഇസ്ര എന്ന പേരിൽ തന്നെയാണ് അധ്യായം അറിയപ്പെടുന്നത്. അതാണ് യാത്രയുടെ ഒന്നാമത്തെ ഭാഗം. ഇനി യാത്രയുടെ രണ്ടാമത്തെ ഭാഗം മിഅ്റാജ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മിഅ്റാജ് എന്നുള്ള പദത്തിനർത്ഥം അറജ അല്ലെങ്കിൽ ഉറൂജ് എന്നുള്ള പദത്തിനർത്ഥം കയറിപ്പോവുക എന്നുള്ള അർത്ഥമാണ്, മുകളിലേക്ക് കയറിപ്പോവുക. അപ്പൊ പരിശുദ്ധ ഖുർആനില് ആ പദത്തിന്റെ ജംഅ രൂപത്തിൽ മആരിജ് എന്നുള്ള സൂറത്ത് തന്നെ ഉണ്ട്. സൂറത്തുൽ മആരിജ് 70-ാമത്തെ അധ്യായം. അതിൽ മിനല്ലാഹിദിൽ മആരിജ്, അതേ പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്, മുകളിലേക്ക് കയറി പോവുക. അതാണ് യാത്രയുടെ രണ്ടാമത്തെ ഘട്ടം. അത് ആ പദത്തിൽ പറയുന്നത് പോലെ തന്നെ മസ്ജിദുൽ അഖ്സയിൽ നിന്നും പിന്നീട് 7 വാനലോകങ്ങളും കടന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധി വരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പം നടത്തിയ യാത്ര. അതാണ് യാത്രയുടെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള മിഅ്റാജ്. ഈ രണ്ട് ഭാഗങ്ങളാണ് യാത്രക്കുള്ളത്. മിഅ്റാജിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന ഭാഗം പ്രത്യേകം, അത് സൂറത്തുൽ മആരിജ് അല്ലെങ്കിൽ മിഅ്റാജ് എന്നുള്ള സൂറത്തൊന്നും ഖുർആനിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗം പരിശുദ്ധ ഖുർആനിലെ 53-ാമത്തെ അധ്യായം സൂറത്തുൽ നജ്മ്, അതായത് സൂറത്ത് റഹ്മാനിലെല്ലാം കടന്നു വരുന്ന ആ ഭാഗത്ത് 53-ാമത്തെ അധ്യായം സൂറത്തുൽ നജ്മിന്റെ 13 മുതൽ 18 വരെയുള്ള ആയത്തുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. ഇതാണ് യാത്രയുടെ രണ്ട് ഭാഗങ്ങൾ. ഈ യാത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ശരീരവും ആത്മാവും കൂടി ചേർന്ന് ഭൗതിക ശരീരത്തോടു കൂടെയാണ് റസൂലുള്ളാഹി ആ യാത്ര നടത്തിയത്. പ്രത്യേകം പറയാനുള്ള കാരണം, ന്യൂനപക്ഷം ചില ആളുകൾ ചില ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്ന രൂപത്തിലാണ് യാത്ര നടത്തിയതെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതൊരിക്കലും ശരിയായിട്ടുള്ള അഭിപ്രായമല്ല. എന്തുകൊണ്ടാണെന്ന് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വിശദീകരണത്തിൽ ഓരോ സാഹചര്യത്തിൽ ഞാനിത് ആ ഒരു പോയിന്റ് വ്യക്തമാക്കുന്നതാണ്. അപ്പൊ അത് തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് യാത്രയുടെ രണ്ട് ഭാഗങ്ങൾ. ആ യാത്രയുടെ വിശദ വിവരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്തുടനീളം നമ്മൾ ചർച്ച ചെയ്യുന്നത് യാത്രയുടെ ഒന്നാം ഭാഗം അൽ ഇസ്ര എന്നറിയപ്പെടുന്ന ആ ഭാഗത്തെ സംബന്ധിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരംഭിക്കുന്നത് അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയപ്പെടുന്ന ആ ഭാഗത്ത് നിന്ന് തന്നെ, ആ ആയത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധൻ. അള്ളാഹിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് തസ്ബീഹ് കൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത്. അതെന്നെ വളരെ നിരവധി കാര്യങ്ങൾ വിളിച്ചോതുന്നുണ്ട്. തസ്ബീഹ് കൊണ്ടുള്ള ആരംഭം തന്നെ വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യാത്ര അതൊരു അത്ഭുത അസാധാരണ യാത്രയായിരുന്നെന്ന് വളരെ കൃത്യമായിട്ട് വിളിച്ചോതുന്നുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായിട്ടുള്ള കഴിവ് കൊണ്ട് മാത്രം പ്രകടമായിട്ടുള്ള വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ പറയുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവെ തസ്ബീഹ് ചേർത്ത് പറയാറുള്ളത്. പരിശുദ്ധ ഖുർആനിൽ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും ലളിതമായിട്ടുള്ള ഉദാഹരണം നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീൻ 36-ാമത്തെ വചനത്തിൽ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർദ്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് പറഞ്ഞത് സുബ്ഹാന ഉപയോഗിച്ചുകൊണ്ടാണ്. അത് മാത്രമല്ല, അതേപോലെ തന്നെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തിന് സിഫത്തിന് നിരക്കാത്ത രൂപത്തിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ മീതെ പലതും ന്യൂനതകൾ ആരോപിക്കുന്ന സന്ദർഭത്തിൽ നഊദു ബില്ലാഹ് അതിനെ ആ ന്യൂനതകളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്തനാണ്. ഇത് പറയുന്ന സന്ദർഭത്തിലും പരിശുദ്ധ ഖുർആനിൽ ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയുടെ 116-ാമത്തെ വചനത്തിൽ വഖാല തഖദല്ലാഹു വലദാ സുബ്ഹാനഹു, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു, മഅദല്ലാഹ്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനഹു അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ, സൂറത്തു സ്വാഫാത്ത്. അപ്പൊ ഇത്തരത്തില് ശത്രുക്കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മീതെ ഉന്നയിക്കുന്ന ന്യൂനതകൾ അല്ലെങ്കിൽ കുറവുകളിൽ നിന്നെല്ലാം അതിൽ നിന്നെല്ലാം മുക്തനായി പരിശുദ്ധനായിട്ടുള്ളവൻ, അതാണ് സുബ്ഹാന. ഇപ്പൊ ഇവിടെ സൂറത്തുൽ ഇസ്രാഇന്റെ ആരംഭത്തിൽ കടന്നു വരുന്ന സുബ്ഹാന, ഞാൻ നേരത്തെ പറഞ്ഞു സുബ്ഹാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് ഉപയോഗിക്കുന്ന ഒരുവിധം, അതായത് പരിശുദ്ധ ഖുർആനിലെ പല ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വമ്പിച്ച അനുഗ്രഹങ്ങൾ, വമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ പറയുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് ഉപയോഗിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഈ ഒരു യാത്ര അത് കേവലം സ്വപ്നത്തിലൂടെ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടതാണെന്ന് വാദിക്കപ്പെടുന്ന അത്തരം ആളുകളുടെ വാദത്തെ ഈ സുബ്ഹാന എന്നുള്ള പദം കൊണ്ടുള്ള ആരംഭം തന്നെ അതിനെ ഗണ്ണിക്കുന്നുണ്ട്.
കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ രൂപത്തിൽ കേവലം സ്വപ്നത്തിലൂടെയുള്ള ഒരു പര്യടനം മാത്രമായിരുന്നെങ്കിൽ അതിലെന്താണ് ഇത്ര അത്ഭുതം? കാരണം റസൂൽ പ്രവാചകന്മാരുടെ സ്വപ്നം സത്യമാണ്, പക്ഷെ സാധാരണക്കാരായിട്ടുള്ള നമ്മളും പല സന്ദർഭത്തിലും നിരവധി സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഇതേ രൂപത്തിൽ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗത്തും അല്ലെങ്കിൽ മരണാനന്തര ജീവിതം വരെ സ്വപ്നം കാണുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതേ രൂപത്തിൽ സ്വപ്നത്തിലൂടെ നമുക്ക് എങ്ങോട്ടും എത്താം. അത് ഒരാളും വിമർശിക്കാനും പോകാറില്ല. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരാളോട് ഞാൻ ഇന്നലെ രാത്രി ചൊവ്വയിൽ അല്ലെങ്കിൽ ചന്ദ്രനിൽ എത്തിയതായിട്ടെല്ലാം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ഒരാളും അതിനെ വിമർശിക്കാൻ പോകാറില്ല. കാരണം അത് സ്വാഭാവികമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ പരിഹസിച്ചു, റസൂലുള്ളാഹിനെ കളവാക്കി. ഇതേ രൂപത്തിലുള്ള നിരവധി സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അപ്പൊ കേവലം സ്വപ്നമായിരുന്നെങ്കിൽ പിന്നീട് അവർ ഇതേ രൂപത്തിൽ പരിഹസിക്കാൻ പോയതിന്റെ പിന്നിൽ എന്തായിരുന്നു? അപ്പൊ വളരെ കൃത്യമായിട്ട് സുബ്ഹാന എന്നുള്ള പദം കൊണ്ടുള്ള ആരംഭം തന്നെ വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായിട്ട് നടത്തിയൊരു യാത്രയാണെന്ന് അത് വിളിച്ചോതുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അതൊരു മുഅ്ജിസത്താണ്. അത് നമ്മൾ വിശ്വസിക്കുക മാത്രം. മറ്റൊരു കാര്യം, സാന്ദർഭികമായിട്ടൊരു കാര്യം, പഴയ കാലത്തെ സംബന്ധിച്ചിടത്തോളം അക്കാലഘട്ടത്ത് യാത്രാ സൗകര്യങ്ങൾ പോലും വളരെ പരിമിതമാണ്. അന്നത്തെ കാലത്ത് ഇത്തരത്തിലൊരു ഒരു ഏറ്റവും വിദൂരത്തേക്ക് റസൂലുള്ളാഹി യാത്ര ചെയ്തെന്ന് പറഞ്ഞാലെല്ലാം അത് വിശ്വസിക്കാൻ അങ്ങേയറ്റം പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തിരിച്ചു വന്ന സന്ദർഭത്തിൽ നിരവധി ആളുകൾ അതിലേക്ക് കടന്നു വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒന്നുകൂടെ നമുക്കത് വിശ്വസിക്കാൻ എളുപ്പമാണ്. ഇന്ന് സ്പേസ് യാത്രകളെല്ലാം സജീവമായിട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരാൾക്ക് അതേ വാനലോകത്തേക്ക് പോകാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര മുഅ്ജിസത്തായിട്ട് മാറുന്നത് റസൂലുള്ളാഹി അക്കാലഘട്ടത്ത് നമുക്കൊന്നും പരിചിതമല്ലാത്ത അസാധാരണമായിട്ടൊരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തെരഞ്ഞെടുത്തത് മാത്രമല്ല, ലോകത്ത് ഒരു സൃഷ്ടിക്കും എത്തിച്ചേരാൻ പറ്റാത്ത പരിധിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ കൊണ്ടുപോയി. അതുകൊണ്ടാണ് യാത്ര ഏറ്റവും വലിയ അത്ഭുതമായിട്ട് മാറുന്നത്. ഒരർത്ഥത്തില് നമുക്കറിയാം, ടെക്നോളജി അല്ലെങ്കിൽ ശാസ്ത്രം വളരും തോറും നമ്മുടെ വിശ്വാസം എളുപ്പമാകാൻ ഉതകുന്ന രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പഴയ 1000 വർഷം മുമ്പുള്ള ആളുകളോട് നിങ്ങൾ ചെയ്യപ്പെട്ട നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം രഹസ്യമായിട്ടത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അത് പിന്നീട് കാണിച്ചു തരുന്നതെല്ലാം പറഞ്ഞാൽ അക്കാലഘട്ടത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത പ്രയാസം ആണ് വിശ്വസിക്കാൻ. പക്ഷെ ഇന്നത്തെ കാലത്ത് CCTVയും മറ്റുമെല്ലാം ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്ത് അതൊന്നും വലിയ പ്രയാസമില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുള്ള. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. കാരണം അസ്ര, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി യാത്ര ചെയ്യിപ്പിച്ചു. അസ്ര എന്നുള്ള പദം, അസ്ര നേരത്തെ ഞാൻ പറഞ്ഞ ആ പദത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അസ്ര എന്നുള്ള പദം, അസ്ര യുസ്രി ഇസ്ര എന്നുള്ള പദത്തിനർത്ഥം നിശാപ്രയാണം അല്ലെങ്കിൽ രാത്രിയിൽ യാത്ര ചെയ്യുക എന്നുള്ള ആ പദത്തിനർത്ഥം. പരിശുദ്ധ ഖുർആനില് 5 സ്ഥലത്ത് 5